ഉച്ച തൊട്ട് നല്ല കിടുക്കാച്ചി മഴ. 3 മണിയാകുമ്പോഴത്തേക്കും മക്കൾ സ്കൂളിൽ നിന്ന് എത്തും. നല്ല വിശന്ന് വലിഞ്ഞായിരിക്കും വരുന്നത്. ഈ സമയത്താണ് വെള്ളം തീറ്റിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ മഴ നോക്കിയിരുന്നാൽ പറ്റത്തില്ലല്ലോ. പിന്നെ കിട്ടിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് നല്ല ബസുമതി റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ച് കേട്ടോ. നല്ലോണം കുതിർക്കാൻ വെച്ചിട്ട് നല്ലോണം വെള്ളം തിളപ്പിച്ച് അതിലോട്ടിട്ട് വേവിക്കാൻ വെച്ചേ. അതങ്ങോട്ട് വേവുന്ന സമയത്തേക്ക് നമുക്ക് കൊഞ്ചും ചെങ്കലവയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പുറത്തോട്ട് വെച്ചിട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ബ്രോസ്റ്റഡായിട്ട് ഫ്രൈ ചെയ്തിട്ട് നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലതായിട്ട് കഴുകി എടുത്ത് കേട്ടോ. അപ്പം അരി ആ സമയത്തേക്ക് അവിടെ നിന്ന് നല്ലോണം വേവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ തേച്ച് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും 3 മണിയായി കേട്ടോ. ഞാൻ പിന്നെ വേഗം ഇവരെ മക്കളെ വിളിക്കാൻ വേണ്ടി പോകാനായിട്ട് ധൃതി വെച്ച് നോക്കിയത്. അപ്പോൾ ധൃതി വെച്ച് നമ്മൾ അരി നോക്കി കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൈ പൊള്ളും. അങ്ങനെ കുറച്ച് ഉള്ളി തിന്ന് നോക്കിയപ്പോൾ വെന്ത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഊറ്റി മാറ്റി വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി പിള്ളേരെ വിളിക്കാൻ പോയി കേട്ടോ. അപ്പോഴത്തേക്ക് മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കോട്ടിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കോട്ടിട്ടുണ്ടോ വന്നത്. അപ്പോഴത്തേക്ക് ഒന്ന് ഓടി വന്നാൽ കൊഞ്ചൂടെ പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പരുവായി കേട്ടോ. നല്ല പെയിനാണ്. പിന്നെ ഫുഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് ഞാൻ എടുത്തേക്കുന്നത് ക്യാപ്സിക്കവും ബീൻസും ക്യാബേജും കേട്ടോ. അപ്പം നല്ലതായിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിലൊക്കെ ഇടുന്ന രീതിയിൽ കുറച്ച് നീളത്തിൽ നന്നായിട്ട് അരിഞ്ഞങ്ങോട്ട് മാറ്റി വെച്ച് എന്നിട്ട് 2-3 മുട്ട എടുത്ത് പൊട്ടിച്ച് അതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. എന്നിട്ട് നമ്മൾ നല്ല വീട്ടിലുണ്ടാക്കിയ നല്ല അടിപൊളി നെയ്യില്ലേ, ആ നെയ്യിലോട്ട് ഇതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അടുത്ത പരിപാടി കേട്ടോ. ഇത് നമുക്ക് നെയ്ക്കകത്ത് ഒട്ടും നമ്മൾ പിന്നെ കുറവൊന്നും വരുത്തണം, നല്ല ആവശ്യമായിട്ട് ഒഴിക്കണം. കാരണം നെയ്യ് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതോട്ട് ഇച്ചിരി കുരുമുളകും കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലോണം ഒന്ന് വേവട്ടെ, ക്യാരറ്റൊക്കെ വേവണമല്ലോ. കുറച്ച് ഈ മുട്ടയും കൂടെ എടുത്ത് നല്ലതായിട്ട് ചിക്കി പോയി അതിലോട്ട് ഈ റൈസ് ഇട്ട് ഇത്തിരി പഞ്ചസാര ഇച്ചിരി ഉപ്പും ഒരു 2-3 തുള്ളി വിനാഗിരിയും കൂടെ ഒഴിച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഈ വീണ്ടും 2-3 മുട്ട എടുത്ത് നന്നായിട്ട് കലക്കുക. എന്നിട്ട് ഈ ബേക്കേഴ്സിൻ്റെ ഈ ഫ്രൈഡ് റൈസ് അല്ല, ഈ ബ്രോസ്റ്റ് ചെയ്യുന്ന ഈ പൊടിയില്ലേ, ഇത് നല്ല അടിപൊളിയായിട്ട് ഇതിലോട്ട് നമ്മൾ ഈ കൊഞ്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുക്കുക. ഇതിൽ ഈ ഈ മുട്ടയിലൊന്ന് മുക്കുക, ഈ പൊടിയിലൊന്ന് മുക്കുക. എന്നിട്ട് ഞാൻ ആക്രാന്തം വരുന്നത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് മുക്കി. പക്ഷേ അത് നന്നായിട്ട് പിടിച്ചില്ല കേട്ടോ. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തില്ലെന്നേ ഉള്ളായിരുന്നു, ഒറ്റ കുഴപ്പമില്ലായിരുന്നു. ഈ റൈസിൻ്റെ കൂടി ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മക്കൾക്ക് കണ്ടിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ലോണം ഫുഡ് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫീഡ്ബാക്ക് നോക്കാം. ഹൗസ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണേ.